പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. മച്ചി എന്ന് വിളിച്ച നിന്റെ ചർച്ചക്കാരിയായിരുന്ന എലിസബത്തിനും ഒരു മകനെ ദൈവം നൽകിയിരിക്കുകയാണ്. അവളിപ്പോൾ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നു. ഇപ്പോൾ 6 മാസമായി കഴിഞ്ഞിരിക്കുന്നു. ദൂതൻ വന്ന് കർത്താവിൻ്റെ അമ്മയായ മറിയയോട് പറഞ്ഞ വാക്കുകളാണ്. എന്നിട്ടൊരു വാക്കോട് ആഡ് ചെയ്യുന്നു: ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുവാൻ കാത്തിരിക്കുന്ന സകലരോടുമായി ഞാൻ പറയുന്നു: ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ലോകത്തിന് നാനാകോണുകളിൽ ഇന്നത്തെ ദൈവാലോചനയ്ക്ക് വേണ്ടി കാതോർക്കുന്നവരെ, നിങ്ങളെല്ലാം സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ ഇന്നത്തെ പ്രവചനദൂതിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലോകമെങ്ങും എന്നെ കേൾക്കുന്ന കാണുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ഒരു ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ ഒരിക്കൽ കൂടെ നേരുകയാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നടക്കുന്നത് എങ്ങനെയാണ്, ആ കാര്യങ്ങളുടെ നിജസ്ഥിതി എങ്ങനെയാണ്, ഈ കാര്യങ്ങൾ എങ്ങനെയാണ്, ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുവാൻ കൺമുമ്പിൽ വന്നു നിൽക്കുമ്പോഴും സംഭവിക്കുവാൻ സാധ്യതയില്ലല്ലോ എന്നോർത്ത് സ്വന്തം സാഹചര്യങ്ങളെ നോക്കി സംശയങ്ങൾ ഉണർത്തുന്നവരോടുള്ള ദൈവത്തിൻ്റെ മറുപടിയാണിത്. നിനക്ക് മുൻപിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാനുഷിക ഇടപെടലുകളുടെ ആവശ്യമില്ല. എലിസബത്തിൻ്റെയും മറിയയുടെയും ജീവിതത്തിൽ 2 കുഞ്ഞുങ്ങളുടെ ജനനത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് പരിശുദ്ധാത്മാവ് പ്രൂവ് ചെയ്യുകയാണ്. കൗമാരക്കാരിയായ മറിയയുടെ ജീവിതത്തിലും വാർദ്ധക്യത്തിലേക്ക് എത്തിയ എലിസബത്തിൻ്റെ ജീവിതത്തിലും ഈ അത്ഭുതം നടക്കുകയാണ്. കന്യകയായിരിക്കുന്ന ഏതാണ്ട് 13 വയസ്സ് മാത്രം പ്രായമുള്ള കന്യകയായിരിക്കുന്ന കർത്താവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയമും സ്നാപയോഹന്നാൻ്റെ അമ്മയായ വിശുദ്ധ എലിസബത്തും ഈ 2 വ്യക്തികളെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്ത് കാണിച്ചിട്ട് പറയുന്നു: ഇവരുടെ 2 പേരുടെയും ജീവിതത്തിൽ ഇവരിപ്പോൾ ഗർഭവതികളായിരിക്കുന്നത് മാനുഷിക ഇടപെടലുകളല്ല, അത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതമായിട്ടാണ്. ആമേൻ. ഞാനൊരു ദൂത് നിങ്ങളോട് ആധികാരികമായി പറയാം. നമ്മളുടെ മുൻപിൽ സാഹചര്യങ്ങളുടെ സമയമോ അവസ്ഥയോ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് തടസ്സമാകുന്നില്ല. നിങ്ങളുടെ കൺമുമ്പിൽ ഇന്ന് നിങ്ങൾ പ്രാപിക്കുവാനിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന് മുൻപിൽ അത് നടക്കുവാൻ സാധ്യതകളൊന്നുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴും ഞാനത് തരുമെന്ന് നിങ്ങളോട് വാക്ക് പറഞ്ഞിരിക്കുന്ന കർത്താവ് അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രൂവ് ചെയ്യുവാൻ മതിയായവനാണ്, സർവശക്തനാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മറിയയ്ക്ക് ഉദാഹരണമായിട്ട് എലിസബത്തിൻ്റെ ജീവിതത്തെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തു കാണിക്കുന്നത്. കാലങ്ങൾക്ക് പുറകിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിലും ഈ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. വാർദ്ധക്യ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വരത്താൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ശക്തിയാൽ ഒരു മകനെ അയാൾ പ്രാപിച്ചിട്ടുണ്ട്. ആ അനുഭവത്തെ ഒരിക്കൽ വേണമെങ്കിൽ ഇവിടെ റിമൈൻഡ് ചെയ്യാം. പക്ഷേ അതിലേക്ക് പോകാതെ കൃത്യമായിട്ട് ഒരിക്കൽ കൂടെ അത്തരത്തിലൊരു അത്ഭുതത്തെ ആവർത്തിക്കുകയാണ്. വാർദ്ധക്യകാലത്ത് നന്നേ വയസ്സി എന്നൊരു സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു പൈതലിനെ നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ അസാധ്യമില്ല എന്നുള്ളതായ കാര്യം ദൂതൻ വന്ന് തെളിയിച്ച് കാണിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാം, കാലങ്ങൾക്ക് പുറകിൽ എവിടെയൊക്കെയോ സംഭവിച്ച ചില വലിയ ദൈവപ്രവൃത്തികൾ ഇന്നൊരിക്കൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിന് ഉറപ്പു തരേണ്ടതിന് കർത്താവ് അതിനെ തെളിയിക്കാൻ പോവുകയാണ്. ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. ചിലർ അനുഗ്രഹിക്കപ്പെട്ടത്, അനേകരുടെ ലൈഫിൽ മറ്റുള്ളവർ നോക്കി നിൽക്കെ സംഭവിച്ച ചില ദൈവപ്രവൃത്തികൾ ഇന്ന് ഒരിക്കൽ കൂടെ ഈ കാലഘട്ടത്തിന് നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ ആവർത്തിക്കും. ദൈവം അത് ചെയ്യാൻ പോകുന്നത് നിങ്ങളിലൂടെയാണ്. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിലാണ്. വാർദ്ധക്യത്തിലെത്തിയിരുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സ്വപ്ന സാക്ഷാത്കാരത്തിന് തലമുറ പിറന്നത് സത്യമാണ് എങ്കിൽ, വാർദ്ധക്യത്തിലേക്ക് എത്തിയ എലിസബത്തിൻ്റെയും സഖരിയായുടെയും ജീവിതത്തിൽ അവരുടെയും സ്വപ്ന സാഫല്യത്തിൻ്റെ പൂർത്തീകരണമായ ഒരു തലമുറ പിറന്നത് സത്യമാണെങ്കിൽ, നിന്റെ ജീവിതത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ ഊഴവും അവസരവും കടന്നു വരുമ്പോൾ അതിന് നിങ്ങളുടെ ശാരീരിക സ്ഥിതി ബാധകമല്ല എന്നും ഒരു ഗൈനക്കോളജിസ്റ്റും അക്സെപ്റ്റ് ചെയ്ത് തരാത്ത നിലയിൽ ഒരു പൈതലിനും ജനിക്കാൻ പറ്റത്തില്ലെന്ന് ഭൗതിക ശാസ്ത്രവും ബയോളജിക്കൽ മേഖലകളും നിങ്ങളെക്കുറിച്ച് പറയുമ്പോഴും മെഡിക്കൽ സയൻസിൻ്റെ സകല വാക്കുകളെ മാറ്റി നിർത്തിയിട്ട് ദൈവം ഒരു മിറക്കിൾ ചെയ്യുകയാണ്. അതെ, ഇനിയും നിങ്ങളുടെ ശരീരത്തെ കൊണ്ട് ഗുണമില്ലെന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി അത്ഭുതമെന്ന വാക്ക് തിരുത്തി എഴുതുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അത് എഴുതുവാൻ ആഗ്രഹിക്കുന്നു. ഇനി സാധ്യമല്ല എന്ന് പറയുന്നിടത്ത് ഒരു അത്ഭുതത്തിനുള്ള സമയമായി എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് എഴുതുവാൻ ആഗ്രഹിക്കുന്നു. ഇനിയും അതിന് കാര്യങ്ങൾ കാത്തിരിക്കേണ്ടതില്ല എന്ന് പറയുന്നയിടത്ത് ഒരു അത്ഭുതത്തിന് സമയമായെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എഴുതുവാൻ ആഗ്രഹിക്കുന്നു. ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട എന്ന് പറയുന്നയിടത്ത് യേശുവിനൊരു അത്ഭുത
അത്ഭുതത്തിൻ്റെ സാധ്യതയാണ് തുറന്നു കിട്ടിയത്. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയതും ഇനിയും സമയത്തിന് സാധ്യതയില്ല എന്നും അവസരങ്ങൾ കിട്ടിയാലും അതിനി കടന്നു വരികയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളി മാറ്റിവെച്ചിരിക്കുന്ന, ഒരിക്കലും നിങ്ങൾ ഇനി തിരിച്ചു പരിഗണിക്കാത്ത ചില മേഖലകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിങ്ങളുടെ കൺമുമ്പിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേൽ തൻ്റെ ഒരു പുത്തൻ അത്ഭുതത്തെ ഇന്ന് രാവിലെ ഓപ്പൺ ആക്കുകയാണ്. ഇതിനാൽ ചിലർ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഇതിനാൽ ചിലരുടെ നിരാശകളെ ദൈവം മാറ്റാൻ പോവുകയാണ്. ചില കുടുംബങ്ങളുടെ കഷ്ടതയ്ക്ക് ദൈവം ഇതിനാൽ അറുതി വരുത്താൻ പോവുകയാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു. അതെ, കൈവിട്ട് കളയപ്പെട്ട ചിലതിനെ തിരിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ മേൽ തൻ്റെ അത്ഭുതത്തിൻ്റെ അടുത്ത അധ്യായം ദൈവം എഴുതുന്ന കാഴ്ച നിങ്ങൾ കാണാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് വന്ന് ചില കാര്യങ്ങൾ ചെയ്യും. അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്ന് ചില കാര്യങ്ങൾ ചെയ്യും. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലെന്ന് നിങ്ങൾ അറിയും. ഈ ക്രിസ്തുമസിന്റെ ദിനത്തിൽ നിങ്ങൾ കേൾക്കേണ്ടതായ ദൈവാലോചന ഇതാണെന്ന് ഞാൻ കരുതുന്നു. നിന്റെ ജീവിതത്തിൽ സാധ്യതയില്ലാത്തയിടത്ത് ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് അറിയേണ്ടതിന് കർത്താവ് നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അത് തലമുറയുടെ വിഷയമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിക്കൊള്ളട്ടെ, രക്ഷപ്പെടാൻ കഴിയാത്തൊരു വലിയ വിപത്തായിക്കൊള്ളട്ടെ, ഏതിൻ്റെ മേലും ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാവിലെ നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആധികാരികമായി പറയുന്നു. ഹോ ജീസസ്, നിങ്ങൾ എഴുതിത്തള്ളിയ വിഷയങ്ങളെ വാർദ്ധക്യ കാലത്തിലേക്ക് എത്തി യൗവനകാലത്തിൽ നടക്കേണ്ടിയിരുന്നതായ കാര്യം, യൗവനത്തിൽ മാത്രം പ്രാപിക്കേണ്ട കുഞ്ഞിനെ ഇനി വാർദ്ധക്യത്തിൽ കിട്ടത്തില്ല എന്നുള്ള നിലയിൽ സെക്കറിയാവും എലിസബത്തും കൊണ്ട് അതിനെ എഴുതി തള്ളുമ്പോൾ ദൂതൻ അതിനെ തിരിച്ചു കൊണ്ടുവരികയാണ്. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. ഇത് നമ്മളോടുള്ള ദൈവത്തിൻ്റെ ശക്തിമേറിയ ആലോചനയാണ്. നിന്റെ ജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾ കഴിഞ്ഞുപോയി, ഇനിയും അത് കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ, ജോലി ഉണ്ടായിരുന്നപ്പോൾ നേടാൻ കഴിഞ്ഞില്ലല്ലോ, ഇപ്പോൾ അത് കഴിയില്ലാത്ത സമയത്ത് എങ്ങനെ മുന്നോട്ടേക്ക് നമ്മൾ അതിനുവേണ്ടി ഇറങ്ങുമെന്ന് ചോദിക്കുന്നിടത്ത്, നല്ല സമയങ്ങൾ ഉണ്ടായിരുന്നപ്പോഴൊന്നും കഴിഞ്ഞില്ല, ഇനി എന്ത് ചെയ്യാനാണ് എന്ന് ഈ അവസരങ്ങളില്ലാത്ത സമയത്തെക്കുറിച്ച് നീ ചിന്തിക്കുമ്പോൾ ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല എന്നുള്ള വാക്ക് അതിന് ടൈറ്റിൽ വേർഡായി പരിശുദ്ധാത്മാവ് എഴുതുന്നു. ഇത് നിന്റെ ജീവിതത്തെ മാറ്റാൻ പോവുകയാണ്. ഓ ജീസസ്, ഗ്ലോറി ടു ജീസസ്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പാ, അവിടുത്തെ സാന്നിധ്യം അങ്ങയുടെ മക്കളിലേക്ക് ഇറങ്ങി വരുന്നല്ലോ. എഴുതി തള്ളിയതും മാറ്റിവെച്ചതുമായ പല കാര്യങ്ങളും സംഭവിപ്പാൻ സാധ്യതയില്ലെന്നോർത്ത് പൊട്ടിക്കരഞ്ഞതായ ചില വിഷയങ്ങൾ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് വേദനിച്ചതും അലമുറയിട്ടതും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ആ ദൈവകൃപ പരിശുദ്ധാത്മാവ് തുറക്കുന്നതിനായിട്ട് സ്തോത്രം. ഷമന ഹതന റമനീയ ദർഘര ജഗസ്ബീരിയാധര. ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകലരുടെയും ജീവിതത്തിൽ അവരുടെ പ്രാപ്തിക്കതീതമായ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വന്ന് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. പുരുഷ സ്പർശനമേൽക്കാതെ മനുഷ്യന്മാരുടെ കരസ്പർശമേൽക്കാത്ത ചില നന്മകൾ, ദൈവം നേരിട്ട് നൽകുന്ന പരിശുദ്ധാത്മാവ് ഓപ്പറേറ്റ് ചെയ്യുന്ന ചില നന്മകൾ ഇവരുടെ കൈകളിലേക്ക് വരട്ടെ. ദൈവം മാത്രമായി ലീഡ് ചെയ്യുന്ന ചില സ്പെഷ്യൽ ബ്ലെസ്സിങ്ങുകൾക്ക് ഇന്ന് ഇവരുടെ വീട് അവകാശം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്തങ്ങളുടെ ചുരുളുകൾ നിവരട്ടെ. അഭിവൃദ്ധിയുടെ ദൈവിക സന്തോഷങ്ങൾ ഇവരുടെ തലമേൽ വന്നു ചേരട്ടെ. ഈ ക്രിസ്മസ് ദിനത്തിൽ ലോകമെങ്ങും ഈ ദൂത് കേൾക്കുന്ന സകലരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സർവ്വ നന്മകളാലും നിറയ്ക്കുക, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നു. നിങ്ങളെ ഞങ്ങൾ അതിലേക്ക് ക്ഷണിക്കുന്നു. മനോഹരമായൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളാലും നിറയപ്പെട്ടതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. God bless you. Amen.